ഷാവോ പിന്നീട് ഉണരുമ്പോൾ അവളുടെ അടുത്ത് 2 മൈനർ ഡീമൻസ് ഉണ്ടായിരുന്നു. അവരെയാണ് അവളുടെ പ്രൊട്ടക്ഷൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഡാലി എന്നും ലൗലോ എന്നുമാണ് അവരുടെ പേര്. അവർ അവൾക്ക് കഴിക്കാനായി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് നൽകുന്നു. ഷാവോയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നതിനാൽ അവൾ അതിൽ നിന്നെടുത്ത് കഴിക്കാൻ തുടങ്ങുന്നു. ലൗലോ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അവന് വേണമെങ്കിൽ അതിൽ നിന്ന് എടുത്തോളാൻ അവൾ പറയുന്നുണ്ട്. അവൻ സന്തോഷത്തോടെ എടുക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഡാലി അവനെ വിലക്കുന്നു. അത് കണ്ടപ്പോൾ അതിലെന്തെങ്കിലും വിഷം ചേർത്തിട്ടുണ്ടാവുമോ എന്ന് ഷാവോയ്ക്ക് സംശയമാവുന്നു. അങ്ങനെ അവൾ അത് തുപ്പിക്കളയുന്നുണ്ട്. വിഷമൊന്നും ചേർത്തിട്ടില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ലൗലോയോട് അതിൽ നിന്ന് കഴിച്ചോളാൻ ഡാലി പറയുന്നുണ്ട്. അങ്ങനെ അവൻ എടുത്ത് കഴിക്കുന്നു. അങ്ങനെ ഷാവോ അതിൽ നിന്ന് ധൈര്യത്തോടെ എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോഴാണ് ഹോങ്ങി അവൾക്ക് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഡാലി പറഞ്ഞത്. ഷാവോയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നേരത്തെ ഹോങ്ങി തന്നെ കഴുത്തിന് കുത്തിപ്പിടിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഡാലിയുടെ ഡ്രസ്സിൽ ചുറ്റിയിരുന്ന ഒരു കറുത്ത തുണി വാങ്ങി അത് കഴുത്തിൽ ചുറ്റിക്കൊണ്ടാണ് അവൾ പുറത്തേക്ക് ഇറങ്ങി ചെന്നത്. ആ തുണി അവൻ ആദ്യം തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. കാര്യം തിരക്കിയപ്പോൾ ഇവിടെ ഉള്ളവർക്ക് എൻ്റെ കഴുത്തിനോട് പ്രത്യേക താല്പര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഞാനിത് ചുറ്റിയതെന്ന് അവൾ പറയുന്നുണ്ട്. അവളുടെ വേദന ഇതുവരെ മാറിയില്ലെന്ന് ചോദിച്ചപ്പോൾ ആ വേദനയൊക്കെ മാറി. പക്ഷേ ഈ തടിയുടെ ബെഡിൽ കിടന്നിട്ട് ദേഹം മുഴുവൻ വേദനിക്കുന്നുവെന്ന് അവൾ പരാതി പറയുന്നുണ്ട്. അവൻ വേറെ സൗകര്യമൊന്നും ചെയ്യണ്ട, തന്നെ വിട്ടയച്ചാൽ മതിയെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും അവൾ ഒരു ഡീമൻ ആയതുകൊണ്ട് ഇനി മനുഷ്യരുടെ ഇടയിലേക്ക് തിരികെ പോവാതെ ഇവിടെ തന്നെ നിന്ന് കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ് നല്ലതെന്ന് അവൻ പറയുന്നത്. പക്ഷെ ഷാവോ അത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല. ഞാൻ മനുഷ്യനാണ് എന്ന് പറഞ്ഞ് തർക്കിക്കുന്നുണ്ട്. നീ മനുഷ്യനാണെങ്കിൽ പിന്നെ ഡാലിയും ലൗലോവും നിന്നെ തിരിച്ചറിയാഞ്ഞത് എന്താണ്? അത് നിൻ്റെ ഉള്ളിലെ ഡീമനിക് എനർജി കാരണമാണ്. അത് മാത്രമല്ല, നീ ഇപ്പോൾ ഇവിടെ ഈ ഡീമൻ വാലിയിൽ വന്നതുകൊണ്ട് തന്നെ ഇനി എപ്പോഴും നിൻ്റെ ചുറ്റും ഡീമനിക് എനർജി ഉണ്ടാവും. മനുഷ്യരുടെ ഇടയിൽ നിനക്ക് ഒളിച്ച് താമസിക്കാൻ കഴിയുകയില്ല. അവർ ഉറപ്പായിട്ടും നിന്നെ ഓടിച്ചു വിടാനാണ് സാധ്യത. അതുകൊണ്ട് ഇവിടെ സ്റ്റേ ചെയ്ത് ഈ ഡീമനിക് ആർട്ടൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നിനക്ക് കുറച്ച് സ്പിരിച്വൽ എനർജി ഉണ്ടാകും. അതുപയോഗിച്ച് നിനക്ക് നിൻ്റെ ഈ ഡീമനിക് ഓറ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനുശേഷം മനുഷ്യരുടെ ഇടയിലോ ഇവിടെ ഡീമൻസിൻ്റെ ഇടയിലോ എവിടെ വേണമെങ്കിലും നിനക്ക് ഇഷ്ടമുള്ളിടത്ത് സ്വസ്ഥമായി താമസിക്കാൻ പറ്റും എന്നൊക്കെ അവൻ പറയുന്നു. പക്ഷേ ഷാവോയ്ക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നില്ല. അവൾ തിരികെ പോകണമെന്ന് വാശി പിടിക്കുന്നുണ്ട്. അവസാനം അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോളാൻ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ മുമ്പ് ഡീമനാണ് എന്നുള്ള രീതിയിൽ പല അനുഭവങ്ങളും അവൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളതിനാലും ഇവിടെ നിന്ന് അത്ര സേഫായിട്ട് പോവുക എളുപ്പമല്ലാത്തതിനാലും തൽക്കാലം അവിടെ സ്റ്റേ ചെയ്യാൻ തന്നെയാണ് ഷാവോ തീരുമാനിക്കുന്നത്. അടുത്ത ദിവസം അവൾ ആദ്യം ചെയ്തത് ആ കുട്ടി ഡീമൻസിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവളെ കണ്ടപ്പോൾ തന്നെ അവർ തെറി വിളിക്കാനും കൈ കെട്ടിയൊക്കെ വാരി അറിയാനും തുടങ്ങുന്നുണ്ട്. പക്ഷേ ഷാവോ അവരോട് സോറി പറയുന്നു. തലേ ദിവസം അവർക്കുണ്ടായ നാശനഷ്ടം പരിഹരിക്കാനാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഞാനിവിടെ സ്റ്റേ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഫ്രണ്ട്സായി കഴിയാം എന്നൊക്കെ പറഞ്ഞ് അവൾ അവരുടെ തകർന്നു പോയ പാലത്തിന് പകരമായി കൊണ്ടുവന്നിരുന്ന ചെറിയൊരു ബ്രിഡ്ജ് എടുത്ത് അവരെ കാണിക്കുന്നു. എന്നിട്ട് അവർക്കത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലൂടെ നടന്നു നോക്കാനും പറയുന്നു. അവരത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അവിടെ ഒരു വേലിയുടെ കുറവുണ്ട് എന്ന് അവൾക്ക് തോന്നിയിരുന്നതിനാൽ അതിനുവേണ്ട സാധനങ്ങളും കൂടി അവൾ കൊണ്ടുവന്നിരുന്നു. പക്ഷെ അതെടുക്കുന്ന സമയത്ത് അബദ്ധത്തിൽ അത് തട്ടി അവരുടെ വീട് താഴെ വീണ് തകർന്നു പോകുന്നു. മനഃപൂർവ്വം ചെയ്തതല്ല, നിങ്ങൾക്ക് ഞാൻ വേറെ നല്ല വീടുണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് അവൾ സോറി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഹോങ്ങി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവളുടെ കയ്യിൽ നിന്ന് ആ സാധനങ്ങളൊക്കെ വാങ്ങി അവനാണ് അതൊക്കെ വൃത്തിയായിട്ട് ഉണ്ടാക്കി കൊടുത്തത്. ഷാവോ അടുത്തിരുന്ന് അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഡീമൻസിൽ ഒരാൾ അവളുടെ കയ്യിൽ കയറിയിരുന്ന് അവൾക്ക് താങ്ക്സ് പറയുന്നുണ്ട്. അങ്ങനെ അവൾ അതിൻ്റെ പേരൊക്കെ എന്താണെന്ന് അവനോട് അന്വേഷിക്കുന്നു. ഷൂയു ഹെർബ് എന്നൊരു മരുന്നാണത്. മറ്റൊരു മൗണ്ടനിലായിരുന്നു അവർ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അവിടുത്തെ കാലാവസ്ഥയൊക്കെ വളരെ മോശമായതിനാൽ അതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ്. ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് മനുഷ്യർ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം വരെ വിശപ്പും ദാഹവും ഒന്നും അറിയാതെ ജീവിക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ മനുഷ്യർ ഇതിനെ ധാരാളം ഉപയോഗിച്ച് അതൊരു വംശനാശത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അതുകൊണ്ടാണ് അവസാനമായി ബാക്കിയുണ്ടായിരുന്ന ആ ഹെർബിനെ ഇവിടെ കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്തത്. ഇപ്പോൾ അവരിവിടെ കൾട്ടിവേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിക്കാൻ പറ്റിയതാണ്, ഇത്ര ഗുണമുണ്ട് എന്നൊക്കെ കേട്ടപ്പോൾ ഷാവോയുടെ ഉള്ളിലും അത് കഴിച്ചാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട്. ഓങ്ങയെ പേടിച്ച് മാത്രം അവൾ തൽക്കാലം അടങ്ങിയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവൻ അവളെ ക്ലാസ് നടക്കുന്നിടത്തേക്ക് കൊണ്ടുപോകുന്നു. ഒരു വാട്ടർഫാൾസിന് മുന്നിലാണ് അവൾ എത്തിപ്പെട്ടത്. പക്ഷെ അവിടെ അടുത്തേക്ക് ചെന്നപ്പോൾ അത് തനിയെ വഴി തുറന്ന് 2 സൈഡിലേക്ക് ഒതുങ്ങുന്നു. അങ്ങനെ അതിനുള്ളിലേക്ക് അവൾ കയറുന്നു. അവിടെയാണ് ക്ലാസ് റൂം. അവിടെ കുറേ സ്റ്റുഡൻസ് ഉണ്ട്. തവളയും കടുവയും മിന്നാമിനുങ്ങും ബേർഡ്സും അങ്ങനെ പലതരത്തിലുള്ള ഡീമൻസാണ് അവിടെ സ്റ്റുഡൻസ് ആയിട്ടുള്ളത്. ഷാവോ ഇവരുടെയൊക്കെ വരവ് കണ്ട് ആദ്യമൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഡാലിയും ലൗലോയും അങ്ങോട്ടേക്ക് എത്തുന്നു. അവർ തന്നെ അവൾക്കൊരു സീറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ബാക്കിയുള്ളവരോട് ശ്രദ്ധിക്കുന്നത്. അവരോട് സംസാരിച്ചപ്പോഴാണ് അവരൊക്കെ ഇതുവരെ കൾട്ടിവേഷൻ ലെവൽ പൂർത്തിയാക്കിയിട്ടില്ലാത്ത മൈനർ ഡീമൻസാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പകുതി മനുഷ്യൻ്റെ രൂപവും ബാക്കി അവരുടെ ഒറിജിനൽ രൂപവുമായിട്ടിരിക്കുന്നത്. ഇതുവരെ അവർ പൂർണ്ണമായിട്ടും മനുഷ്യൻ്റെ രൂപത്തിലേക്ക് എത്തിയിട്ടില്ല എന്നൊക്കെ ഷാവോ അറിയുന്നത്. അവളുടെ ശരിക്കുള്ള ഐഡൻറ്റിറ്റി എന്താണെന്ന് അവർ ചോദിക്കുന്നുണ്ട്. താനൊരു വൈറ്റ് സ്നേക്ക് ആണ് എന്നാണ് ഷാവോ അവരോട് പറഞ്ഞത്. പിന്നെ താൻ എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടതെന്നുള്ളത് പറയുന്നതിന് വേണ്ടിയിട്ട് അവൾ പെട്ടെന്നൊരു സ്റ്റോറി ഉണ്ടാക്കി പറയുകയും ചെയ്യുന്നു. ഇവളെവിടെ സർവൈവ് ചെയ്യുമോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഷാമിങ് ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഇവളെ കഥയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എന്തായാലും അവളുടെ നാക്കിൻ്റെ ബലം കൊണ്ട് അവൾ പിടിച്ചു നിന്നോളൂ എന്ന് അവന് മനസ്സിലാവുന്നു.
കുറച്ച് കഴിഞ്ഞപ്പോഴാണ് തൊട്ടടുത്ത് തന്നെ ഹോങ്ങയും ഇരിപ്പുണ്ടെന്ന് അവൻ ശ്രദ്ധിക്കുന്നത്. ഷാവു ഇവിടെ എന്താവും എന്നുള്ള ടെൻഷനിൽ തന്നെയായിരുന്നു അവനും ഇങ്ങോട്ടേക്ക് വന്നത്. അവളുടെ വർത്താനം കേട്ട് കഴിഞ്ഞപ്പോൾ ഹോങ്ങയുടെയും ടെൻഷൻ മാറുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ അവളുടെ കാര്യത്തിൽ ടെൻഷൻ അടിച്ചാണ് താൻ അങ്ങോട്ടേക്ക് വന്നതെന്ന് ഹോങ്ങയെ സമ്മതിച്ചു കൊടുക്കുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിൽ ഒരാൾ ഷാവോയ്ക്ക് വെൽക്കം ഗിഫ്റ്റായിട്ട് ഒരു എലിയെ സമ്മാനിക്കുന്നുണ്ട്. അവൾ വൈറ്റ് സ്നേക്കാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ എലിയെ കൊടുത്തത്. പക്ഷെ ഷാവു അത് കഴിക്കില്ലല്ലോ. ഞാനിപ്പോൾ ഇത് കഴിക്കില്ല, ഇപ്പോൾ മനുഷ്യരെ കഴിക്കാനാണ് എനിക്കിഷ്ടമെന്ന് അവൾ തട്ടിവിടുന്നു. അത് കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് ഷോക്കാവുന്നുണ്ട്. കാരണം അവിടെ ഉണ്ടായിരുന്ന ആരും മനുഷ്യരെ കഴിക്കുമായിരുന്നില്ല. അവരുടെ കൂട്ടത്തിൽ ടൈഗർ ഡീമൻ്റെ അച്ഛൻ മാത്രമാണ് മനുഷ്യരെ കഴിക്കുന്നതിനെ പറ്റി അവർ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നീട് അവരുടെ ചർച്ച അതിനെപ്പറ്റിയാണ്. അപ്പോഴേക്കും എന്തായാലും മാസ്റ്റർ എത്തുന്നതിനാൽ തൽക്കാലം അവരുടെ ചർച്ചയൊക്കെ അവസാനിപ്പിച്ച് ക്ലാസ്സിനിരിക്കുന്നു. മാസ്റ്റർ കാര്യമായി ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും ഷാവോ ഈ സമയത്തൊക്കെ അവിടെ കിടന്നുറങ്ങുകയാണ്. ഹോങ്ങ ഇതെല്ലാം ആ മരത്തിന് മുകളിൽ ഇരുന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് വൈകിട്ട് അവൾ ആ മാസ്റ്ററുടെ തോട് കൊണ്ട് ഒരു സൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരും വിചാരിച്ചത് അവൾ മാസ്റ്ററെ കൊന്നിട്ടാണ് അത് ഉണ്ടാക്കുന്നതെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. മാസ്റ്റർ ഇടയ്ക്കൊന്ന് ഉറങ്ങിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ രോമത്തിൽ നിന്ന് എന്തോ എടുത്താണ് അവളത് ഉണ്ടാക്കിയത്. വേറെയും ചില സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ അവൾ അവർക്ക് ഉണ്ടാക്കി നൽകുന്നു. പിന്നെ പല കളികളും കളിക്കുന്നുണ്ട്. അങ്ങനെ അവരൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ അവൾ നല്ല അടുപ്പത്തിലാവുന്നു. പക്ഷെ ഷാവോ ഇങ്ങനെ അവരുമായിട്ട് കൂട്ടുകൂടുന്നതിന് പിന്നിൽ അവൾക്ക് ചില ഗൂഢലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഇവർക്ക് കാട്ടിലെ പ്രഷ്യസ് ആയിട്ടുള്ള പല ഐറ്റംസും എവിടെയാണ് എന്നറിയാം. മാത്രമല്ല ഇവരുടെ കയ്യിൽ നിന്ന് അവൾക്ക് ഉപയോഗപ്രദമായ രീതിയിലുള്ള പല സാധനങ്ങളും കളക്ട് ചെയ്യാനും പറ്റും. ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി അതവർക്ക് നൽകിയിട്ട് പകരമായിട്ട് അവൾ അതൊക്കെ വാങ്ങി കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ കിട്ടിയ സാധനങ്ങളെല്ലാം കൂടി സഞ്ചിയിലാക്കി അവൾ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന ഓട്ടത്തിൽ വഴിയിൽ വെച്ച് ഒരു ചെറിയ കുട്ടിയെ കാണുന്നു. അതിനെ കണ്ടപ്പോൾ അവൾ കരുതിയത് നാട്ടിൽ നല്ല വിലയുള്ള ജിൻസങ് ആണ് എന്നാണ്. ജിൻസങ് ബോയിയെക്കുറിച്ച് അവൾ എവിടെ വായിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തലയിൽ ഒരു ചുമന്ന നൂലുകൊണ്ട് കെട്ടിയാൽ അതിനെ സ്വന്തമാക്കാൻ പറ്റും എന്നായിരുന്നു അവൾ കേട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവൾ ആ കുട്ടിയുടെ അടുത്ത് കൂടി സൂത്രത്തിൽ അതിൻ്റെ തലയിൽ ഒരു ചുവന്ന നൂല് കെട്ടുന്നു. കുട്ടി അതിന് പകരമായിട്ട് അവൾക്കും ഒരു ചുമന്ന നൂല് നൽകുന്നുണ്ട്. അത് അവൾക്ക് വേണ്ടി വിധിക്കപ്പെട്ട ആളിന് നൽകണം എന്ന് പറഞ്ഞിട്ട് കുട്ടി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഈ ജിൻസങ് ബോയുടെ തലയിൽ ഇങ്ങനെ ചുമന്ന നൂല് കെട്ടിയാൽ അത് ജിൻസങ്ങായി മാറുമെന്നായിരുന്നു ഷാവോ കേട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെന്താണ് ഇപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അവൾ ആ കുട്ടി കൊടുത്തിട്ട് പോയ നൂല് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് അവൾ തിരികെ അവളുടെ റൂമിലെത്തിയപ്പോഴേക്കും രാത്രിയായിരുന്നു. അകത്ത് കയറിയപ്പോൾ ഹോങ്ങി അവിടെ വെയിറ്റ് ചെയ്യുന്നത് കണ്ട് തനിക്ക് റൂം മാറിയതായിരിക്കും എന്ന് കരുതി അവൾ ആദ്യം പുറത്തേക്ക് ഇറങ്ങുന്നു. പിന്നീടാണ് അത് തന്നെയാണ് തനിക്ക് നൽകിയ റൂമെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ അവൾ വീണ്ടും തിരികെ ചെല്ലുന്നു. അവൻ അവൾക്ക് വേണ്ടി ബെഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ബെഡിൽ കിടക്കുമ്പോൾ അവൾക്ക് നല്ല വേദന ഉണ്ട് എന്നൊക്കെ പരാതി പറഞ്ഞിരുന്നല്ലോ. അതിന് പകരമായിട്ട് ഇപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള മെത്തയൊക്കെയാണ് അവൻ സംഘടിപ്പിച്ച് വെച്ചിരുന്നത്. ബെഡ് മാത്രമല്ല അവൻ കർട്ടനൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി കണ്ടപ്പോൾ അവൾക്ക് ശരിക്കും സന്തോഷമാവുന്നുണ്ട്. അതിന് പകരമായിട്ട് നേരത്തെ തൻ്റെ കയ്യിൽ കിട്ടിയ ആ ചുവന്ന നൂല് അവൾ അവൻ്റെ കയ്യിൽ കെട്ടിക്കൊടുക്കുന്നു. അങ്ങനെ ഇത് കെട്ടാൻ പാടില്ല എന്ന് അവൻ പറഞ്ഞപ്പോഴേക്കും അവൾ അത് കെട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്നത് അവൻ്റെ കയ്യിലേക്ക് അപ്രത്യക്ഷമാവുന്നു. മാത്രമല്ല അവളുടെ കയ്യിലും അതേപോലെ ഒരു ത്രെഡ് തെളിഞ്ഞിട്ട് അതും അവളുടെ കയ്യിൽ അപ്രത്യക്ഷമാവുന്നുണ്ട്. ഇതെന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. ഇതെവിടെ പോയി നമ്മൾ അവൻ്റെ കയ്യിലൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട്. ഇതൊരു സാധാരണ നൂലല്ല, റെഡ് ത്രെഡ് ഡീമൻ്റെ നൂലാണ്. ഇതങ്ങനെ എല്ലാവരുടെയും കയ്യിൽ കെട്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ വഴക്ക് പറയുന്നു. അത് പിന്നെ ആ ജിൻസങ് ബോയുടെ കയ്യിൽ എങ്ങനെ വന്നു എന്ന് ഷാവോ ചോദിക്കുന്നു. അത് ജിൻസങ് ബോയ് ഒന്നും അല്ല, അത് റെഡ് ത്രെഡ് ഡീമൻ്റെ ഈ തലമുറയിലെ ശിഷ്യനാണ് എന്നാണ് പറയുന്നത്. എങ്കിൽ പിന്നെ ഞാൻ കുട്ടിയെ കണ്ടുപിടിച്ച് ഇതെങ്ങനെ ഊരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവൾ പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട്. അവനും അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. നീ എന്തിനാണ് എൻ്റെ പുറകെ വരുന്നതെന്ന് ചോദിച്ച് അവൾ കഥ കടയ്ക്കാൻ തുടങ്ങുന്നു. അവനതിന് മറുപടിയൊന്നും പറയുന്നില്ല. പക്ഷേ ഷാവോയ്ക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ ആരോ പിടിച്ച് വലിച്ചതുപോലെ അവൾ പുറകിലേക്ക് പോകുന്നു. എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങിയതെന്ന് നിനക്കിപ്പോൾ മനസ്സിലായോന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ആ നൂലുകൾ കൊണ്ട് രണ്ടുപേർ പരസ്പരം ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ ഒരു നിശ്ചിത ഗ്യാപ്പിനുള്ളിൽ തന്നെ എപ്പോഴും നടക്കേണ്ടി വരും. അതിൽ കൂടുതൽ ദൂരം അവർക്ക് പോകാൻ പറ്റില്ല. ഡീമൻസിൻ്റെ ഇടയിൽ റൊമാൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ നൂലുകൾ ഉള്ളത്. ഇതിന് 3 സ്റ്റേജസ് ആണുള്ളത്. ആ 3 സ്റ്റേജ് പൂർത്തിയായി കഴിഞ്ഞാൽ ഈ നൂൽ തനിയെ പൊട്ടിപ്പോയിക്കോളും. അല്ലാതെ ഇത് വിടുവിക്കാൻ വേറെ വഴിയില്ല. ഈ നൂലുകൊണ്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നവർ തമ്മിൽ 10 അടിയിൽ കൂടുതൽ ദൂരം ഉണ്ടാവാൻ പറ്റില്ല എന്ന് അവൻ പറയുന്നു. അത് തെളിയിക്കാൻ വേണ്ടി അവൻ നിന്നിടത്ത് നിന്ന് കുറച്ച് പുറയിലേക്ക് നീങ്ങി നിൽക്കുന്നുണ്ട്. അകലം 10 അടിയിൽ കൂടുതലായപ്പോൾ ആരോ പിടിച്ച് വലിച്ചതുപോലെ ഷാമോ അവൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുന്നുണ്ട്. 2ാമത്തെ സ്റ്റേജിൽ അവരുടെ ഫീലിങ്സും സെൻസേഷനും എല്ലാം ഷെയർ ചെയ്യപ്പെടും എന്നവൻ പറയുന്നു. 3ാമത്തെ സ്റ്റേജ് എന്താണെന്ന് നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ആ സ്റ്റേജ് വരെ എത്തിപ്പെടാൻ ഒരു സാധ്യതയില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി പേടിക്കേണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോഴാണ് അവന് ക്ലെൻസിങ് സെറമണിക്ക് പോകാൻ സമയമായി എന്ന് ഷാമിങ് എന്ന് പറയുന്നത്. തനിക്കൊപ്പം വരാൻ അവൻ ഷാവോയോടും പറയുന്നു. അങ്ങനെ അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ഇത്രയ്ക്ക് പ്രാധാന്യം അവൾക്ക് കൊടുക്കുന്നത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ച് ഷാമിങ് കുറേ എതിർക്കുന്നുണ്ടെങ്കിലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, അവൾ ഇതിലെന്തായാലും പങ്കെടുക്കും എന്ന് പറഞ്ഞ് ഓങ്ങി അവളെ കൂടി കൊണ്ടുപോകാൻ തുടങ്ങുന്നു. കാര്യം എന്താണെന്ന് ഷാവോ പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അത് പറയാൻ അവൻ സമ്മതിക്കുന്നില്ല. ഈ ചടങ്ങ് നടക്കാൻ പോകുന്ന സ്ഥലത്ത് ദാലിയും ബാമ്പുവും
പിന്നെ വേറെ മൈനർ ഡീമനും നിൽപ്പുണ്ടായിരുന്നു. ബാബുവിന് അവളങ്ങോട്ട് വന്നതേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ മുന്നോട്ട് നിന്നിട്ട് ആവശ്യമില്ലാത്ത ആൾക്കാരൊക്കെ ഇവിടുന്ന് പുറത്തു പോകാൻ പറയുന്നുണ്ട്. ഷാവോ പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഹോങ്ങിയെ സമ്മതിക്കുന്നില്ല. മാത്രമല്ല ബാബു ചെയ്യാൻ തുടങ്ങിയ കാര്യം അവളെ ഏൽപ്പിക്കാനും പറയുന്നു. മനസ്സിലോടെയാണ് അവനത് അവളുടെ കയ്യിൽ കൊടുത്തത്. എന്നിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് അവിടെ നിന്ന് പറയാൻ തുടങ്ങുന്നു. ഷാവോയ്ക്ക് ഇതൊന്നും ചെയ്ത് ശീലമില്ലല്ലോ. അതുകൊണ്ട് ആദ്യം തെറ്റായിട്ടാണ് അവൾ ചെയ്തത്. ഡാലി അത് കണ്ട് സൂചന നൽകിയപ്പോഴാണ് അവൾക്ക് കാര്യം മനസ്സിലായത്. അങ്ങനെ മര്യാദയ്ക്ക് ചെയ്യാൻ തുടങ്ങുന്നു. എന്നിട്ടും എന്താ, അവളുടെ കയ്യിലിരിപ്പുണ്ടായിരുന്ന ആ സാധനം പുകയുന്നുണ്ടായിരുന്നു. അത് അത്ര പോരെന്ന് തോന്നിയപ്പോൾ അവൾ അതടുത്തേക്ക് എടുത്തിട്ട് ഒന്ന് ഊതുന്നുണ്ട്. അതോടെ അതിൽ തീ കത്തുന്നു. ഹോങ്ങയുടെ ദേഹത്തേക്കും അത് പിടിക്കേണ്ടതായിരുന്നു. ഷാവോ പെട്ടെന്ന് പേടിച്ച് ദൂരെ എറിഞ്ഞതുകൊണ്ട് അപകടമൊന്നും സംഭവിച്ചില്ല. അങ്ങനെ ആദ്യത്തെ ചടങ്ങ് അവൾ കുളമാക്കി കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ചടങ്ങ് കുറച്ച് ഹോളി വാട്ടർ അവൻ്റെ ദേഹത്ത് ഒഴിക്കുക എന്നുള്ളതായിരുന്നു. ചെറിയൊരു പാത്രത്തിൽ ഡാലി ഹോളി വാട്ടർ അവൾക്ക് കൊണ്ട് കൊടുക്കുന്നു. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഹോങ്ങയെ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ഷാവോ എനിക്കിത് അറിയാമെന്ന് പറഞ്ഞ് ആ വെള്ളം മൊത്തത്തിൽ അവൻ്റെ മുഖത്തേക്ക് ഒഴിക്കുന്നു. അങ്ങനെ രണ്ടാമത്തെ ചടങ്ങും അവൾ വെടിപ്പാക്കി കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഒരു മരത്തിൻ്റെ കൊമ്പ് അവൾക്ക് നൽകിയിട്ട് അത് ഉപയോഗിച്ച് അവന് തടവാനാണ് പറഞ്ഞത്. ഡാലി കൈ ഉപയോഗിച്ച് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുത്തപ്പോൾ ഷാവോ കരുതിയത് അതുകൊണ്ട് അവനെ അടിക്കാനാണ്. അങ്ങനെ ഷാവോ അതുകൊണ്ട് അവനിട്ട് നന്നായിട്ട് ഒരെണ്ണം കൊടുക്കുന്നു. രണ്ടാമതും അടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഹോങ്ങയെ കൺട്രോൾ പോയി അത് പിടിച്ചു വാങ്ങി ദൂരെ എറിഞ്ഞിട്ട് ബാക്കി എല്ലാവരോടും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയുന്നു. എന്നിട്ട് അവനും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ പാവങ്ങളായിരുന്നെങ്കിലും ആരുടെയും ദാസ്യപ്പണിക്ക് പോകേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ടാണ് എനിക്കിതൊന്നും ശീലമില്ലാത്തത് എന്നൊക്കെ പറഞ്ഞ് ഷാവോ അവൻ്റെ പിന്നാലെ ചെല്ലുന്നുണ്ട്. ഹോങ്ങയെ പോയ സ്ഥലത്ത് കുറച്ച് ഡീമൻസ് ഒക്കെ നിൽപ്പുണ്ടായിരുന്നു. തിരികെ എത്തിയിട്ട് ഇതുവരെ അവൻ ഒഫീഷ്യലായിട്ട് അധികം അറിയിട്ടെടുത്തില്ലല്ലോ. ആ ചടങ്ങാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ വെയിറ്റ് ചെയ്യുന്നത്. ഹൈറ്റുള്ള ഭാഗത്താണ് ഇവർ നിൽക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് നല്ല ഇരുട്ടുണ്ടായിരുന്നു. അവൻ എന്തോ ശക്തി പ്രയോഗിച്ചപ്പോൾ അവിടെയൊക്കെ പ്രകാശം പരക്കുന്നു. അവിടെ ഒരുപാട് ഡീമൻസ് നിൽപ്പുണ്ടായിരുന്നു. ഇവനെ കണ്ടുകൊണ്ട് എല്ലാവരും അവനെ ജയ് വിളിക്കാൻ തുടങ്ങുന്നുണ്ട്. അവൻ്റെ തിരിച്ചുവരവിനെ ഗംഭീരമായി വെൽക്കം ചെയ്യുകയും ചെയ്യുന്നു. ഡീമൻ കിങ് എന്ന നിലയിൽ അവൻ്റെ പവർ ശരിക്കും ഷാവോയ്ക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അവളതെല്ലാം നോക്കിക്കൊണ്ട് അവൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്.